വർഷം 2012 ജനുവരി മാസം ഒരു 4-ാം തീയതി ഇന്റർനെറ്റിൽ പരക്കെ വളരെ വിചിത്രമായ ഒരു ചിത്രം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. വിചിത്രമായത് എന്ന് പറയാൻ കാരണം അങ്ങനെ ആർക്കും പെട്ടെന്ന് പൂരിപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ ഒളിപ്പിച്ചു വെച്ച ഒരു പസിൽ അതിലുണ്ടായിരുന്നു. ആദ്യമൊക്കെ ആ ചിത്രത്തെ എല്ലാവരും ഒരു കുട്ടിക്കളിയായി മാത്രമാണ് കണ്ടിരുന്നത്. എന്നാൽ പിന്നീട് അത് അമ്പരപ്പിക്കുന്ന ചില തരത്തിലുള്ള ദുരൂഹമായ രഹസ്യങ്ങളാണ് ഏവർക്കും സമ്മാനിച്ചത്. അതെ, ഒരു ചീവീടിന്റെ രഹസ്യം. ഇന്ന് ആ ചീവീടിന്റെ രഹസ്യവും എമ്പുരാനും തമ്മിലുള്ള ബന്ധം തേടി സകലരും അലയുമ്പോൾ ഒന്ന് പറയാം, നിങ്ങൾ കരുതുന്നതിലും അപ്പുറമാണ് ആ കഥ. സാക്ഷാൽ പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ അത്ര നിസ്സാര കഥയൊന്നും എന്തായാലും ഇറക്കി വിടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നറിയാം എന്താണ് ആ ചീവീടിന്റെ രഹസ്യം. അതെ, ചീവീടിന്റെ പേരിലാണ് അന്നാദ്യമായി ഇന്റർനെറ്റ് ലോകത്തിലേക്ക് ആ ചിത്രം ആരോ ഇറക്കി വിട്ടത്, അഥവാ സിക്കാഡ 3301. ഈ ലോകത്തെ ഏറ്റവും അധികം ബുദ്ധിയുള്ളവരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ ഒരു ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് ഞങ്ങളിലേക്ക് എത്താൻ സാധിക്കും. ഇതായിരുന്നു അതിൽ എഴുതിയിരുന്നത്. എന്നാൽ പലരും ആ ചിത്രത്തെ ഒരു തമാശ രൂപേണ തള്ളി മാറ്റിയപ്പോൾ ചിലരാകട്ടെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെടുകയാണ് അതിനുള്ളിലെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം തേടിക്കൊണ്ട്. എന്നാൽ അന്നവരാരും അറിഞ്ഞിരുന്നില്ല ഇന്റർനെറ്റ് ലോകം കണ്ടതിൽ ഏറ്റവും ദുരൂഹമായ ഉറവിടത്തിൽ നിന്നുമാണ് ആ ചിത്രത്തിന്റെ കടന്നുവരവ് എന്ന്. ആ പസിൽ പൂരിപ്പിക്കുവാനായി ഇറങ്ങി പുറപ്പെട്ടവർക്ക് പോകെ പോകെ ചില സംശയങ്ങളൊക്കെ ജനിച്ചു തുടങ്ങി. ഇതിന് പിന്നിൽ ഇല്ലുമിനാറ്റി പോലുള്ള രഹസ്യ സംഘടനകളുടെ കരങ്ങൾ പതിയിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഡാർക്ക് വെബ് പോലുള്ള ഇടങ്ങളിൽ നിന്നാണോ ഇത് പ്രത്യക്ഷപ്പെട്ടത് എന്നിങ്ങനെയൊക്കെ. കാരണം അത്രയേറെ വിചിത്രമായ തരത്തിലായിരുന്നു ആ പസിൽ ഉണ്ടായിരുന്നത്. അത്രയേറെ ബുദ്ധിയുള്ള ഒരാൾക്കല്ലാതെ ആർക്കും അതിന്റെ കുരുക്കഴിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്തിനധികം പറയുന്നു, 1000-ൽ ഒരാൾക്ക് മാത്രമാണ് അതിന്റെ ആദ്യ പടി പോലും താണ്ടുവാൻ സാധിച്ചത്. അതായത് ഒരു കറുത്ത പ്രതലത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ സന്ദേശം എഴുതപ്പെട്ടിരിക്കുന്നു. ഇതിനപ്പുറം ആ ചിത്രത്തിൽ ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. നോക്കുമ്പോൾ വളരെ സാധാരണമായ ഒരു ചിത്രമായി നമുക്കൊക്കെ തോന്നും. എങ്കിലും ചിലരതിനെ എഡിറ്റിംഗ് ആപ്പുകളിൽ ചെന്ന് കോപ്പിയൊക്കെ ചെയ്തപ്പോൾ കണ്ടത് വളരെ താഴെയായി മറ്റൊരു സൂചിക കൂടി എഴുതിയിട്ടുണ്ട് എന്നാണ്. ചില നമ്പറുകളും അതോടൊപ്പം 4ാമത്തെ റോമൻ ചക്രവർത്തിയായ ക്ലോഡിയ സീസറിന്റെ പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതോടെയാണ് എല്ലാത്തിന്റെയും തുടക്കം. അത് കണ്ടെത്തിയവർ ആ നമ്പറുകളെ ബന്ധിപ്പിച്ച് ഓരോന്ന് കൂട്ടിയിണക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും മുമ്പോട്ട് പോയി. കൂട്ടത്തിലെ ചിലർ മാത്രം അങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. അവിടെ ഒരു താറാവിന്റെ ചിത്രമാണ് അവിടെ കാത്തിരുന്നത്. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനായി എത്ര പരിശോധിച്ചിട്ടും പലർക്കും ഒന്നും കണ്ടെത്താനായിട്ടില്ല. എന്നാൽ വളരെ കുറഞ്ഞ ശതമാനം മാത്രം വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് എത്തി. ഇതിനിടെ അജ്ഞാതമായി പ്രീ റെക്കോർഡഡ് ആയ ചില സന്ദേശങ്ങൾ അവർക്ക് ലഭിച്ചു. കൂടാതെ വിചിത്രമായ ചില പുസ്തകങ്ങൾ കടന്നു വന്നു. പോകെ പോകെ പസിലിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ വളരെ ദുരൂഹമായ ഒരു പേര് അവർ കണ്ടെത്തി. സിക്കാഡ എന്നായിരുന്നു അത്. അതിന്റെ അർത്ഥമാകട്ടെ ചീവീട് എന്നാണ്. പേര് കണ്ടെത്തിയതിനൊപ്പം തന്നെ അവർക്ക് ഒരു കമാൻഡ് കൂടി വന്നു. ഏതാനും രാജ്യങ്ങൾ സഞ്ചരിച്ച് അവിടെ എത്തി ഈ ചീവീടിന്റെ ചിത്രവും അതിന് താഴെയായി ഒരു QR കോഡും അടങ്ങിയ പോസ്റ്ററുകൾ കണ്ടെത്താൻ. ഇത് കേട്ടതോടെ ആ നിമിഷം വരെ ഊർജ്ജസ്വലരായി നിന്ന് ആ ചുരുളടിക്കാൻ കാത്തു നിന്ന പലരും ആ ഉദ്യമം കൈവിടുകയാണ് ഉണ്ടായത്. എന്നാൽ വളരെ ചെറിയ ഒരു വിഭാഗം കൂട്ടർ വീണ്ടും അവരുടെ നീക്കം തുടർന്നു. അവർ ആ ചിത്രവും തേടിയിറങ്ങി. പലരും അത് കണ്ടെത്തി. വീണ്ടും അവരുടെ യാത്ര തുടർന്നു, അടുത്ത കുരുക്കഴിക്കുവാനായി. എന്നാൽ പോയി അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഒരു മെസ്സേജ് ഒരു മാസത്തിനിപ്പുറം അവരുടെ പക്കലിൽ പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആവശ്യമായ ചിലരെ റിക്രൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് ആ മെസ്സേജ്. ആരാണവർ? ആരെയാണ് തിരഞ്ഞെടുത്തത്? എന്തിനു വേണ്ടിയായിരുന്നു ഈ റിക്രൂട്ട്മെന്റ് എന്നൊന്നും എവിടെയും കൊടുത്തിരുന്നില്ല. ആർക്കും അത് കണ്ടുപിടിക്കുവാനും സാധിച്ചില്ല. പക്ഷെ എല്ലാവരും ഒന്നുറപ്പിച്ചു, ഇതോടെ ഇത് അവസാനിച്ചു എന്ന്. പക്ഷേ ഇല്ല, ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ഏകദേശം 2 വർഷങ്ങൾക്കിപ്പുറം 2014-ൽ വീണ്ടും മറ്റൊരു വിചിത്ര പസിലുമായി സിക്കാഡ ഇന്റർനെറ്റ് ലോകത്തേക്ക് എത്തി. അന്നും ഇതുപോലെ തന്നെ ഒട്ടേറെ പേർ ഉത്തരം തേടിയിറങ്ങി. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു അതെല്ലാം. പിന്നീട് ഏതാനും തവണ കൂടി വർഷങ്ങൾക്കിപ്പുറം സിക്കാഡ പസിലുമായി പ്രത്യക്ഷപ്പെട്ടെങ്കിലും ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആർക്കും മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല. പക്ഷേ സിക്കാഡയുടെ പസിലിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ കാത്തിരിക്കാൻ ആരംഭിച്ചു.
അതുപോലെ മറ്റൊരു വശത്താകട്ടെ ഈ സിക്കാഡ 3301 യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ചുള്ള കിംവദന്തികൾക്കും സിദ്ധാന്തങ്ങൾക്കും വഴിയൊരുക്കുകയും ചെയ്തു. ദി NSA, CIA, MI6 ഒരു മാസോണിക് ഗൂഢാലോചന അല്ലെങ്കിൽ ഒരു സൈബർ തട്ടിപ്പ് എന്നിങ്ങനെയൊക്കെ ആയിരുന്നു ആ സിദ്ധാന്തങ്ങൾ. പക്ഷേ സിദ്ധാന്തങ്ങൾ ഒരുപാട് ഇറങ്ങിയിട്ടും അതുവരെ യഥാർത്ഥത്തിൽ സിക്കാഡയ്ക്ക് പിന്നിലെ ഇരുണ്ട രഹസ്യം മറനീക്കി പുറത്തു വന്നിട്ടേയില്ല. സിക്കാഡയുടെ പ്രഖ്യാപിത ഉദ്ദേശം ഉയർന്ന ബുദ്ധിശക്തിയുള്ള വ്യക്തികളെ റിക്രൂട്ട് ചെയ്യുക എന്നതായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ സംഘടനയുടെ ആത്യന്തിക ലക്ഷ്യം നിഗൂഢതയിൽ ഇന്നും മറഞ്ഞിരിക്കുകയാണ്. ക്രിപ്റ്റോഗ്രഫി, സ്വകാര്യത, അജ്ഞാതത്വം എന്നിവ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു രഹസ്യ സമൂഹമാണ് ഈ സിക്കാഡ എന്ന അവകാശവാദം മുതൽ അതൊരു ആരാധനയോ അല്ലെങ്കിൽ മതത്തിന് പിന്നിലുള്ള എന്തോ ആണെന്ന് സൂചിപ്പിക്കുന്ന സിദ്ധാന്തങ്ങൾ വരെയുള്ള ഊഹാപോഹങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ സിക്കാഡയ്ക്കെതിരെ ചില ഗുരുതര ആരോപണങ്ങളും കാലക്രമേണ ഉയർന്നു വന്നിരുന്നു. അതായത് ചിലിയിലെ ലോസ് ആൻഡേഴ്സ് പ്രവിശ്യയിലെ അധികാരികൾ സിക്കാഡ ഒരു ഹാക്കർ ഗ്രൂപ്പ് ആണെന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അവകാശപ്പെട്ടു. എന്നാൽ ഇതിനെ തുടർന്ന് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം നിഷേധിക്കുന്ന ഒരു PGP ഒപ്പിട്ട പ്രസ്താവന പുറപ്പെടുവിച്ചുകൊണ്ട് സിക്കാഡ ഈ അവകാശവാദത്തിന് മറുപടി നൽകി. 2015 ജൂലൈയിൽ 3301 എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് പ്ലാൻഡ് പാരന്റ്ഹുഡിന്റെ ഡാറ്റാബേസിലേക്ക് ഹാക്ക് ചെയ്തു. എന്നിരുന്നാലും ഗ്രൂപ്പിന് സിക്കാഡ 3301 യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലെന്നാണ് കണ്ടെത്തിയത്. തുടർന്ന് വീണ്ടും സിക്കാഡ 3301 പിന്നീട് ഒരു PGP ഒപ്പിട്ട പ്രസ്താവന വീണ്ടും പുറത്തിറക്കി. ഈ ഗ്രൂപ്പുമായി ഒരു തരത്തിലും ഞങ്ങൾക്ക് ബന്ധമില്ല എന്നാണത്. എന്തായാലും ഇന്നും സിക്കാഡ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാണ്. അതേസമയം തന്നെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പസിലുകൾ പരിഹരിക്കുന്ന ആളുകൾക്കിടയിൽ ഏറ്റവും ചർച്ചാ വിഷയമായ വിഷയങ്ങളിലൊന്നാണ് സിക്കാഡ എന്ന് ഓർക്കണം. ചിലരാകട്ടെ തങ്ങളെയാണ് റിക്രൂട്ട് ചെയ്തതെന്നും പറഞ്ഞ് രംഗത്തെത്താനൊക്കെ തുടങ്ങിയിരുന്നു. അവർ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് കഥകളും മെനഞ്ഞു. അതായത് പസിൽ പരിഹരിച്ചവരോട് വിവര സ്വാതന്ത്ര്യത്തിനായുള്ള അവരുടെ പിന്തുണ, ഓൺലൈൻ സ്വകാര്യത, സ്വാതന്ത്ര്യം, സെൻസർഷിപ്പ് നിരാകരണം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചു എന്നും ഈ ഘട്ടത്തിൽ തൃപ്തികരമായി ഉത്തരം നൽകിയവരെ ഒരു സ്വകാര്യ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചു എന്നും അവിടെ ഒരു പ്രൊജക്ട് ആവിഷ്കരിക്കാനും പൂർത്തിയാക്കാനും അവരോട് നിർദ്ദേശിച്ചു എന്നൊക്കെയാണത്. മറ്റൊരാളാകട്ടെ പറയുന്നത് അജ്ഞാത ടോർ നെറ്റ്വർക്കിലെ ഒരു വിലാസത്തിലേക്കാണ് അദ്ദേഹത്തെ നയിച്ചത് എന്നും സ്പെയിൻ, റഷ്യ, അമേരിക്ക, ഫ്രാൻസ്, ജപ്പാൻ, പോളണ്ട് എന്നിവയൊക്കെ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ ടെലിഫോൺ ശൃംഖലയിലേക്ക് കോർഡിനേറ്റുകൾ നയിച്ചു എന്നൊക്കെയാണ്. ഇത് ശരിയോ തെറ്റോ എന്നൊന്നും അറിയില്ല. എന്നാലും എമ്പുരാനിൽ മോഹൻലാലിന്റെ കഥാപാത്രം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മേഴ്സണറി ഹിറ്റ് ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്ന ആളായിട്ടാണ് പറയുന്നത്. മേഴ്സണറി ഹിറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ വമ്പൻ സീക്രട്ട് സൊസൈറ്റികൾക്കും രാജ്യങ്ങൾക്കും ഒക്കെ വേണ്ടി കൊലപാതകങ്ങളും ക്രൈമുകളും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അവരുടെ പ്രസൻസും ഉണ്ടായിരിക്കും. എന്തായാലും ലൂസിഫറിൽ തുടങ്ങി എമ്പുരാനിലും പല ഭാഗത്തും ടീസറുകളിലും പോസ്റ്ററിലും ഒക്കെ ആയി പല ഭാഗത്തും ഈ സിക്കാഡയുടെ സിംബലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കയ്യിലെ മോതിരത്തിലും നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഒന്ന് മനസ്സിലാക്കാം, സിക്കാഡയുടെ ആ നിഗൂഢമായ ഇതുവരെ ഉത്തരം കിട്ടാത്ത പസിലുകൾ പോലെ തന്നെ എമ്പുരാനിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് എന്നാണ്. സിക്കാഡയുടെ ഒടുവിലെ പസിൽ എങ്ങനെ അവസാനിച്ചോ അതുപോലെ തന്നെയാണ് ലൂസിഫറും ഉത്തരം നൽകാതെ അവസാനിച്ചത്. ഇനി എമ്പുരാനും അതുപോലെ ഒരു ചോദ്യം നമ്മളിലേക്ക് ഇട്ട് തന്നിട്ട് പോകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ചിലപ്പോൾ ഈ സിക്കാഡയുടെ ഒക്കെ നേതാവായിട്ടായിരിക്കും ഖുറേഷിയുടെ കടന്നുവരവ് എന്നൊക്കെ നമുക്ക് ഊഹിക്കാം. എന്തായാലും ഈ സിനിമ കണ്ടവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ട്വിസ്റ്റുകളൊന്നും പൊളിക്കേണ്ട, നമുക്ക് ഇത് കണ്ട് തന്നെ മനസ്സിലാക്കും. കാണാത്തവർ അവരുടെ പ്രഡിക്ഷൻസ് ഒക്കെ കമന്റ് ചെയ്യൂ. അതോടൊപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാനായി ലൈക്കും ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.